കെവിൻ, എനിക്ക് എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് കൂടുതൽ ഇഷ്ടം എന്നറിയോ? എനിക്ക് ഫേസ്ബുക്ക് ഇഷ്ടം. ഞാൻ ഫേസ്ബുക്ക് ഫ്രണ്ട്ലിയാണ്. അതായത് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് കമന്റുകൾ വരുന്ന ഒരു ഇടം എന്ന് പറയുന്നത്, അതായത് പോസ്റ്റിനേക്കാളും മികച്ച കമന്റുകൾ കൊണ്ട് പോസ്റ്റുകൾ മുങ്ങിപ്പോകുന്നതും പോസ്റ്റുകളെക്കാളും കമന്റുകൾക്ക് റീച്ച് കിട്ടുന്നതുമായ കാലമാണ്. അപ്പൊ ഞാനൊരു പോസ്റ്റ് വായിക്കാവേ. അങ്ങനെ ആണുങ്ങളുടെ അവസാനത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയും ചരിത്രമായി. ഇനി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഒരു മരീചിക മാത്രം. പാവം, വിശപ്പ് സഹിക്കാൻ എന്ന് കരുതി അദ്ദേഹത്തോട് എല്ലാ പുരുഷന്മാരും ക്ഷമിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ചിരിച്ചർച്ചയുടെ തന്നെ ആശയം നമുക്ക് ലഭിക്കുന്നത് രാഹുൽ ഈശ്വർ ജയിലിൽ പോയതിനു ശേഷമാണ്. നമ്മളൊരു ചർച്ച ചിരി എത്ര പറഞ്ഞാലും തീരാത്ത ഒരു സീരിയൽ കഥയായത് പോവുകയാണ്. ഞാൻ അടുത്തൊരു കമന്റ് വായിക്കാം. ചിരിക്കുമ്പോ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. അല്ല, പ്രേക്ഷകർക്ക് വേണ്ടി ചിരിക്കാത്ത കാര്യം കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്ക്, എന്നിട്ട് ചിരിക്കൂ. ചിരി ആഹാരം കഴിച്ചിട്ടില്ല, ചിരിച്ച് വീഴും. വിശക്കുമ്പോൾ കൂടെ വിശക്കാൻ ദിൻവയർ മാത്രം വരും. ഈ സാധനം ഉണ്ടല്ലോ, പുള്ളി ആദ്യം എന്തുവായിരുന്നു പറഞ്ഞത്? മരണം വരെ വരിക്കാൻ ഞാൻ തയ്യാറാണ്, മെൻസ് കമ്മീഷന് വേണ്ടി ഞാൻ പട്ടിണി അടക്കും, നിരാഹാരം കിടക്കും. അങ്ങനല്ല, ഒരു കക്ഷിയെ പറ്റി ഇപ്പൊ ഞാനും മേഘയൊക്കെ കോടതിയിൽ ഒരു കേസുമായിട്ട് പോവാണെങ്കിൽ നമ്മുടെ വക്കീല് നമ്മളെ പറ്റി എന്ത് പറയും? ബാധിക്കാൻ വേണ്ടി ഒരു അഭിഭാഷകൻ സ്വന്തം പ്രതിക്ക് വേണ്ടി പറയുകയാണ്, അയാളൊരു വിവരമില്ലാത്ത ആളാണ്, അയാളൊരു ബുദ്ധിക്ക് കുറച്ച് കുഴപ്പമുള്ള ആളാണ് എന്നാണ് ഒരു അഭിഭാഷകൻ കേസ് ജയിക്കാൻ വേണ്ടി. അത് മറ്റൊന്നും കൊണ്ടല്ല, പ്രോസിക്യൂഷൻ പറഞ്ഞു അയാള് ബുദ്ധിയുള്ള ആളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ, എന്നിട്ടും ഇങ്ങനെ ചെയ്ത് തെറ്റല്ലേ എന്ന് വാദിക്കുമ്പോ അയാളുടെ അഡ്വക്കേറ്റ് പറയാണ് തന്റെ കക്ഷി ബുദ്ധിയില്ലാത്തവരെന്ന് രാഹുൽ ഈശ്വറിന്റെ വക്കീൽ കോടതിയിൽ പറഞ്ഞു. കോടതി ഈ കേസിൽ നിന്ന് രക്ഷിക്കാനാണ് വീണ്ടും മുൻകൂർ ജാമ്യം തള്ളിയിട്ട് ജയിലിലേക്ക് പോവുക എന്ന് പറയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞു, അയാൾ ഏതോ എസ്റ്റേറ്റില് സുഖജീവിതം അതുമായി ബന്ധപ്പെട്ട് പറയണം. അദ്ദേഹം സുഖലോലുപനായി ബാംഗ്ലൂരൊക്കെ ഏതോ റിസോർട്ട് എടുത്ത് ജീവിക്കുകയാണ്. ആ ഘട്ടത്തിൽ ആദ്യത്തെ 3 ദിവസം നിരാഹാരം സർന്ന് ഗാന്ധി ആവാനൊരു ശ്രമം നടന്ന് അതിനെ ഗാന്ധി അവസാനം മാറി ഇപ്പൊ സവർക്കർ ആയിട്ടുണ്ട്. അങ്ങനല്ല, ഇട്ട പോസ്റ്റുകൾ അത് നിരുപധികം പിൻവലിക്കേണ്ടതാണ്. പോസ്റ്റുകളൊക്കെ പിൻവലിച്ച് ഞാൻ ഈ വേല ചെയ്യില്ല, മാപ്പ് മാപ്പ് മാപ്പ്, എന്നിട്ടും ജാമ്യം കൊടുക്കാത്തൊരു സ്ഥിതിയാണുള്ളത്. അതെ, പക്ഷെ നമ്മളെല്ലാ മാധ്യമങ്ങളുടെ എല്ലാ ദൃശ്യങ്ങളിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ഉടനെ ജാക്കറ്റ് അയച്ചിട്ട് മെൻസ് കമ്മീഷൻ. അല്ല, അതല്ല, ഈ മാധ്യമങ്ങൾ യു-ടേൺ അടിച്ച് രാഹുൽ ഈശ്വർ മലക്കം മറിഞ്ഞ് രാഹുൽ ഈശ്വർ എന്നൊക്കെ പറയുമ്പോ വിശപ്പിന് മുമ്പിൽ എന്തോന്ന് യു-ടേൺ, എന്തോന്ന് മലക്കം മറിച്ചില്ല. അതിന് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. വിശപ്പിന്റെ വിലയറിയുന്ന വിശന്ന് കിടന്നിട്ടുള്ള മനുഷ്യരെയാണ് സ്വാതന്ത്ര്യ സമര സേനാനി. ഇയാളൊക്കെ സ്വയം ഞാൻ അയാളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയുന്നുണ്ടോ എന്നൊരു അറിയില്ല. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും ഘട്ടത്തിൽ ഇദ്ദേഹത്തെ കണ്ടുമുട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ചായയെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഒരു ചായയെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്തല്ലേ? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ലേ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമന്റുകൾ വരുന്നു. അതായത് രസകരമായ, നിരാഹാരം കഴിഞ്ഞാൽ പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരമാണ്, ജെട്ടിയുടെ ഇലാസ്റ്റിക് തലയിൽ കെട്ടുന്നത് മാറ്റി സ്വദേശിയെ കോണകവള്ളി കെട്ടും. ഇത്തരത്തിൽ രസകരമായിട്ടുള്ള കമന്റുകൾ ആണ്. മെൻസ് കമ്മീഷൻ അനാഥമാകുമോ? ചോദിക്കാനും പറയാനും ഒരാളുണ്ടെന്നത് വലിയ ആശ്വാസമായിരുന്നു. രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മേഘ, ഇതിക്കപ്പുറം ഇതിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും രാഹുൽ ഈശ്വർ യു-ടേൺ അടിച്ചത്? മറ്റേ പരസ്യമില്ലേ, ഏതാണ് നമ്മുടെ ഏതൊരു ചോക്ലേറ്റിന്റെ പരസ്യം ഇല്ലായിരുന്നു? ഇത് കഴിക്കും ഒന്നുമില്ല ചേട്ടാ, ഇച്ചിരി ചോറ് വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. ഇങ്ങനെ അതായത് പുരുഷന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി മെൻസ് കമ്മീഷന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും പോസ്റ്ററുകൾ ഇടുകയും സംഘടന രൂപീകരിക്കുകയും എല്ലാം ടീഷർട്ട് അടിക്കുകയും സ്വാതന്ത്ര്യ സമര പുരുഷന്മാരുടെ ഉന്നമനത്തിനായി സ്വാതന്ത്ര്യ സമരം നയിച്ചിട്ടുള്ള ശ്രീമാൻ രാഹുൽ ഈശ്വർ വിശപ്പിന് മുമ്പിൽ തോറ്റിരിക്കുന്നു. ഇതിനെതിരെ
മെൻസ് കമ്മീഷൻ ഉടനെ തന്നെ ആഞ്ഞടിക്കും. പക്ഷെ ഇദ്ദേഹം കഴിച്ചോ ഇല്ലയോ അത് രണ്ടാമത്തെ കാര്യം. ഇനി എന്ന് ജാമ്യം കിട്ടുമെന്നുള്ളതാണ്. രാഹുൽ ആലോചിച്ച് നോക്കൂ, രാഹുൽ മാങ്കൂട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ അത്തരത്തിൽ ജാമ്യം തള്ളിയ ജഡ്ജിയുടെ വേണ്ടെന്ന് ആലോചിച്ചൊക്കെ അവനോട് അപ്പോൾ രാഹുൽ ഈശ്വർ നമ്മളന്ന് ചോദിച്ചായിരുന്നു രാഹുൽ ഈശ്വറിന് വോട്ടിടാൻ പോകാൻ പറ്റുമെന്ന്. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ജനാധിപത്യത്തിന്റെ ഭാഗമായി ജനാധിപത്യ കാര്യങ്ങളിൽ ഒരുപാട് ചിരിക്കല്ലേ, അതായത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് വോട്ടിടാൻ പോകില്ല. ബാലറ്റ് സംവിധാനം വല്ലോ ഇനി നടക്കും തോന്നുന്നില്ല. ഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ അദ്ദേഹം ജയിൽ ഭരിച്ചത്. എന്തായാലും വിക്ടറിക്ക് വിക്ടറി മെൻസ് കമ്മീഷൻ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് മറ്റേ ലാപ്ടോപ്പ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് രാഹുൽ ഈശ്വർ പിടിയിൽ, രാഹുൽ ഈശ്വർ. അല്ല, നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ ചിരിക്കാൻ വയ്യ. അതായത് 7 മണിയാകുമ്പോൾ എന്നെ കൊണ്ടാകണം, എനിക്ക് റിപ്പോർട്ടർ TV ചർച്ചയ്ക്ക് പോകാനുള്ളതാണ്. അപ്പോൾ CPM സൈബർ ഹാൻഡിൽ നിന്ന് വന്നൊരു കമന്റ് ആണ്, നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതല്ല. ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഇത്രയും സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഒരു ട്രോൾ മെറ്റീരിയൽ, അത് ഇടതൊന്നില്ല വലതൊന്നില്ല, ഈ ഒരു ഒറ്റക്കെട്ടാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് സപ്പോർട്ടുമായി കൂടെ കൊണ്ട് ഫാമിലി നടക്കുന്ന സപ്പോർട്ട് വലിയ കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും അതൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് മെഗ ചിരി സഹിക്കാൻ പറ്റുന്നില്ലേ? പറ. അദ്ദേഹത്തിന്റെ ഈ സ്വാതന്ത്ര്യ പ്രസംഗങ്ങളൊക്കെ കേട്ടതിന് ശേഷം പുള്ളി ജയിലിലേക്ക് പോന്ന കഴിഞ്ഞ ദിവസം പുള്ളി ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വെള്ളം കുടിക്കുമല്ലേ എന്നിട്ട് കുറച്ചേരം കഴിയുമ്പോ നല്ല വെള്ളം കുടിക്കും. ആദ്യഘട്ടത്തിൽ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതെ, ഇതൊന്നും പുള്ളിക്ക് അറിയുന്നുള്ള കാര്യങ്ങളല്ല. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല. അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ദിവസം വല്ലവന്റെയും ഗർഭത്തിന് വേണ്ടി ജയിലിൽ പോയ ഏക വ്യക്തി രാഹുൽ ഈശ്വർ ആണ് എന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇത്തരത്തിൽ കമന്റുകൾ വരുമ്പോൾ അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതോ ഒരു എസ്റ്റേറ്റിൽ സുഖ ജീവിതം വേറൊരു കാര്യമുണ്ട്, എനിക്ക് സങ്കടം അതല്ല. നാളെ ദിലീപ് കസി വിധി വരും. കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടർ TVയിലെ സ്മൃതിയുടെ അടുത്ത് ഇത്തരത്തിൽ 8-ാം തീയതി ഞാൻ വരുമെന്നാണ് പറഞ്ഞത്. ഇനി എന്ത് ചെയ്യും? രാഹുൽ ഈശ്വർ ഇല്ലാത്തത് വലിയൊരു വിടവ് തന്നെയായിരിക്കും അല്ലേ? ചർച്ചയൊന്നും കാണാൻ ഒരു ഗുമ്മ കാണില്ല ഇനിയിപ്പോ. എന്തായാലും ഉടനെ ജാമ്യം കിട്ടട്ടെ. ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം ഇതിനു മുമ്പ് ശബരിമല വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നേഴ്സിന്റെ ഇലാസ്റ്റിക് തലയിൽ വലിച്ചു കെട്ടി ഒരു വാക്കി ടോക്കിയുമായി ശബരിമലയിലൊക്കെ നടന്ന അവസരം അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അദ്ദേഹം. പക്ഷെ ഒരുപാട് അക്കാഡമിക് നിലവാരമുള്ള ഒരു വ്യക്തിയാണ്, അഭിഭാഷകനാണ്, ഒരുപാട് കാര്യങ്ങൾ നല്ല വാക്ചാതുര്യമാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണോ മെനങ്ങാന്നാണോ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ അയച്ചു തന്നത്. മറ്റേ ചാനൽ സ്കോർ എന്നും പറഞ്ഞൊരു സാധനം അയച്ചു തന്നില്ലായിരുന്നു? പഴയ റിപ്പോർട്ടർ TVയിലെ ചർച്ചയുമായി അപ്പൊ അത്തരത്തിൽ അഭിലാഷ ഒരു 30 സെക്കൻഡ് ഒരു കേരളത്തിലെ മാധ്യമ ലോകത്തു നിന്നും കേരളത്തിലെ സമൂഹത്തിന്റെ ഉന്നമനത്തിൽ നിന്നും രാഹുൽ ഈശ്വറിനെ തുടച്ചു മാറ്റാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത് വരെ ഞങ്ങൾ സമർപ്പിക്കുന്നു.